ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടിമപ്പെണ്ണ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അലിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹായെ ഒരുപാട് ആളുകൾ കല്യാണാലോചന നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹായെ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് തരുമോ എന്നൊന്ന് ചോദിച്ചുകൂടെ? അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ആ അടിമപ്പെണ്ണിനോട് പറയുന്നുണ്ട്, ഏ പെണ്ണേ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ കല്യാണാലോചന നടത്താനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ രാജാവാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയാകുന്ന രാജകുമാരിയെ കല്യാണാലോചന നടത്താൻ ഈ അലിക്കെന്ത് യോഗ്യത? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹായിക്ക് മഹർ കൊടുക്കാൻ ഈ അലിയുടെ കൈവശം ഒന്നുമില്ല. ദരിദ്രനായ സാധുവായ ഞാൻ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹായെ കല്യാണാലോചന നടത്തുന്നത്? അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു നോക്ക്. അവസാനം ഈ ഭൃത്യ അടിമപ്പെണ്ണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അലി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. നബിയുടെ മുമ്പിൽ പോയി അലി റളിയല്ലാഹു തആല അൻഹു ഇരുന്നു. നബിയോടൊന്നും മിണ്ടുന്നില്ല. നബിയോടൊന്നും സംസാരിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിന് കഴിയുന്നില്ല. നിശബ്ദനായിരിക്കുന്ന അലിയെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലിയെ, എന്താണ് നീ വന്നത്? എന്താണ് നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പോഴും അലി റളിയല്ലാഹു അൻഹു ഒന്നും പ്രതികരിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ആവശ്യം വായിച്ചെടുത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലിയെ, ഫാത്തിമയെ കല്യാണാലോചന നടത്താൻ വന്നതാണോ? അലി റളിയല്ലാഹു അൻഹു തലയെ കുലുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അലിയെ, ഫാത്തിമയ്ക്ക് മഹർ കൊടുക്കാൻ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ബദർ യുദ്ധാനന്തരം ഗനീമത്ത് സ്വത്തുകൾ വീതിക്കുമ്പോൾ ഞാൻ നിനക്കൊരു പടയെങ്കി തന്നില്ലേ? ആ പടയെങ്കി എന്തിയെ അലിയെ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അതെൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ആ പടയെങ്കി മഹറായി നിശ്ചയിച്ച് ഫാത്തിമയെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. അലി റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പടയെങ്കി മഹറായി നിശ്ചയിച്ച് തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹായെ അലിയാർ തങ്ങൾക്ക് വിവാഹം